Hello everyone, welcome back to Scudi. Class 6, Chapter 9, Methods of Separation in Everyday Life എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്കൊരു 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ ടഫ് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേർഡ്സ് നമുക്ക് വളരെ ഫെമിലിയർ അല്ലാത്ത കുറേ വേർഡ്സ് നമുക്കിതിൽ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അല്ലാണ്ട് ഇതിനകത്ത് വരുന്ന ടോപ്പിക്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് നോക്കാം. ഒരു 15 മിനിറ്റ്സിൽ തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. സോ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ഇൻ എവറിഡേ ലൈഫ്. ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇപ്പം ആദ്യം തന്നെ എന്താണ് മിക്സ്ചർ? അപ്പം നമുക്ക് അറിയുന്ന ഒരു സാധനമാണ് അല്ലേ മിക്സ്ചർ. നമ്മൾ സ്നാക്സിനൊക്കെ കഴിക്കുന്ന സാധനമാണ് മിക്സ്ചർ. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? നമുക്ക് ഗ്രീൻ പീസ് കാണാം, അതുപോലെ ഇവിടെ നമുക്ക് എള്ള് കാണാം, അതുപോലെ ഇവിടെ നമുക്കൊരു ഓറഞ്ച് കളറിലൊരു സ്നാക്സ് കാണാം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു സാധനത്തിനകത്ത് വൺ ഓർ മോർ കമ്പോണൻസ് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒന്നിൽ കൂടുതൽ സാധനങ്ങളെ ഒരുമിച്ച് ചേർത്താൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മിക്സ്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ലെമൺ ജ്യൂസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് ലെമൺ ഉണ്ടാവും, ലെമൺ ജ്യൂസ് ഉണ്ടാവണം, അതുപോലെ തന്നെ അത് വേറെ എന്തൊക്കെ ഉണ്ടാവണം? വാട്ടർ ഉണ്ടാവും, സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്യും അല്ലെ. അപ്പൊ അതെന്താണ്? ഒരു മിക്സ്ചർ ആണ്. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള പല സാധനങ്ങളും എന്താണ്? മിക്സ്ചർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു സാധനത്തിൽ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് മിക്സ്ചർ ഉണ്ട്. ഈ മിക്സ്ചറിൽ തന്നെ എനിക്കിഷ്ടം ഗ്രീൻ പീസ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഗ്രീൻ പീസ് മാത്രം ഇങ്ങനെ എടുത്ത് കഴിക്കാം അല്ലേ. അങ്ങനെ നമുക്ക് സാധനങ്ങൾ കൈകൊണ്ട് നമ്മൾ എടുത്ത് മാറ്റുന്ന ഒരു മിക്സ്ചറിൽ നിന്ന് സാധനങ്ങൾ കൈകൊണ്ട് എടുത്ത് മാറ്റുന്ന മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാൻഡ് പിക്കിംഗ്. അപ്പൊ ഹാൻഡ് പിക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെത്തേഡ് ഓഫ് പിക്കിംഗ് ബൈ ഹാൻഡ്. ഒരു മിക്സ്ചറിൽ നിന്ന് കൈകൾ ഉപയോഗിച്ച്, ഹാൻഡ് ഉപയോഗിച്ച് സാധനങ്ങൾ എടുത്തു മാറ്റുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാൻഡ് പിക്കിംഗ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ അരി, ഗോതമ്പ് ഇതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ കല്ലുകൾ എടുത്തു മാറ്റുന്നത്, അതുപോലെ തന്നെ ഈ ഇറങ്ങിയ മിക്സ്ചറിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ എടുത്തു മാറ്റുന്നത്, ഇതെല്ലാം ഹാൻഡ് പിക്കിങ്ങിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഹാൻഡ് പിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ് ഓഫ് പിക്കിംഗ് ബൈ ഹാൻഡ് ഫ്രം എ മിക്സ്ചർ, ഇതാണ് ഹാൻഡ് പിക്കിംഗ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് സെപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു മിക്സറിൽ നിന്ന് സാധനങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇത് ഹാൻഡ് പിക്കിംഗ് മെത്തേഡ്. അപ്പൊ രണ്ടാമത് ഇവിടെ രണ്ട് ഫാർമേഴ്സ് ഇവരെന്ത് ചെയ്യാണ്? ഈ ഒരു നെൽക്കതിർ എന്ത് ചെയ്യാണ്? ഇതിലിങ്ങനെ അടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിൽ നിന്നുള്ള നെല്ലുകളെല്ലാം ഇവിടെ ഇങ്ങനെ വീഴും. അങ്ങനെ നെൽക്കതിരിൽ നിന്ന് നെല്ലുകൾ വേർതിരിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രഷിങ്. ഓക്കെ, സ്റ്റോക്സിൽ നിന്ന് ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ത്രഷിങ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്സിനെ ഈ വുഡിന്റെ മുകളിൽ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇതിൽ നിന്നുള്ള ഗ്രെയിൻസ് എല്ലാം ഇവിടെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വീണ് കിടക്കും. അപ്പൊ ഈ ഗ്രെയിൻസ് സ്റ്റോക്സിൽ നിന്ന് വേർപെടുത്തുന്ന, സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രഷിങ്. അപ്പൊ ത്രഷിങ്, ഹാൻഡ് പിക്കിംഗ്, രണ്ട് സെപ്പറേഷൻ മെത്തേഡ്സ് ആയി. ഇനി ഈ ത്രഷിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം, ഇതൊക്കെ നമ്മുടെ നിലത്താണല്ലേ കിടക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഗ്രെയിൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ പൊടികളും ഈ പറഞ്ഞ വൈക്കോലിന്റെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ പൊടികളൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് അതിൽ നിന്ന് വേർതിരിക്കണം അല്ലെ. അപ്പൊ ഈ പൊടിയൊക്കെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്തൊരു മെത്തേഡാണ് വിനോയിങ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഒരാൾ ഒരു ഹൈറ്റിൽ നിന്നതിന് ശേഷം വിൻഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അപ്പൊ വിൻഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അതിന്റെ അതേ ഡയറക്ഷനിലേക്ക് ആള് തിരിഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഒരു ബാംബു ട്രേ, ഈ ബാംബു ട്രേനെ വിളിക്കുന്ന പേരാണ് സൂപ്പ് അല്ലെങ്കിൽ ബാംബു ട്രേ. ഈ ഒരു ബാംബു ട്രേയുടെ അകത്ത് നമ്മൾ ഈ കിട്ടുന്ന ഈ ഗ്രെയിൻസ് എല്ലാം കൂടെ നിറച്ചു വെക്കും. അപ്പൊ ഈ ഗ്രെയിൻസിനുള്ളിനകത്ത് എന്തുണ്ടാവും? ഗ്രെയിൻസും ഉണ്ടാവും, ഹസ്കും ഉണ്ടാവും, അതുപോലെ ചെറിയ ചെറിയ പൊടികൾ ഉണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ വെറുതെ ഇങ്ങനെ താഴേക്ക് ഇടുന്ന സമയത്ത് ഈ വിൻഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഹസ്ക് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ്
ലൈറ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. ആ ലൈറ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഇവിടെ നിന്ന് പറന്ന് കുറച്ച് അപ്പുറത്തേക്കായിട്ട് വീഴും. ഗ്രെയിൻസ് എന്ത് ചെയ്യും? നേരെ താഴത്തേക്ക്. ഗ്രെയിൻസ് ഹെവിയർ കമ്പോണൻസ് ആയതുകൊണ്ട് അത് നേരെ താഴത്തേക്ക് വീഴും. അപ്പോ മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് ഹെവിയർ ആൻഡ് ലൈറ്റർ കമ്പോണൻസിനെ വേർതിരിക്കുന്ന, സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത്? വിനോയിങ് പ്രോസസ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആരാണ്? വിൻഡ് അല്ലെങ്കിൽ എയർ ബ്ലോ ചെയ്തിട്ട് അല്ലെങ്കിൽ വിൻഡിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വിൻഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊരു ഫാനൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ എയർ ബ്ലോ ചെയ്യിപ്പിച്ചിട്ടായിരിക്കും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ വിനോയിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റിംഗ് ഹെവിയർ ആൻഡ് ലൈറ്റർ കമ്പോണൻസിനെ വിൻഡിന്റെ അല്ലെങ്കിൽ എയറിന്റെ ഹെൽപ്പോട് കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് വിളിക്കാം വിനോയിങ് പ്രോസസ്. അടുത്ത് വരുന്നതാണ് സീവിങ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും, അമ്മമാരൊക്കെ ആ മാവൊക്കെ ഇങ്ങനെ അരിച്ചെടുക്കുന്ന കണ്ടിട്ടുണ്ടാവും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സീവിങ്. സീവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് സൈസ് ഉള്ള കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനാണ് എന്ത് ചെയ്യുന്നത്? സീവിങ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ അരിയൊക്കെ പൊടിച്ചു കൊണ്ടുവരും, മാവാക്കി കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വളരെ ഫൈൻ ആയിട്ടുള്ള ഫ്ലോർ പാർട്ടിക്കിൾസ് ആണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇതിലിങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് വലിയ വലിയ പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യും? ഈ സീവിന്റെ മുകളിൽ തന്നെ നിൽക്കും. ഈ സീവിൽ ചെറിയ ചെറിയ ഹോൾസ് ആയിരിക്കും. ആ ഹോൾസിലൂടെ എന്ത് ചെയ്യും? വളരെ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് മാത്രം താഴത്തേക്ക് വരും. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീവിങ്. ഓക്കെ, സീവ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരാണ് സീവ്സ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സീവിങ്. അപ്പൊ സീവ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കിട്ടാൻ വേണ്ടിയിട്ട് സീവിങ് ചെയ്തെടുക്കും. അപ്പൊ ഡിഫറെന്റ് സൈസസ് ഉള്ള ഒബ്ജക്ട്സിനെ, ഒരു കമ്പോണൻസ് മിക്സ്ചറിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് സീവിങ് പ്രോസസ്. ഇനി നമുക്ക് അടുത്ത് വരുന്നതാണ് സീ വാട്ടറിൽ നിന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഉപ്പ് കിട്ടുന്നത് സീ വാട്ടറിൽ നിന്നാണ്. അപ്പൊ എങ്ങനെയാണ് സീ വാട്ടറിൽ നിന്ന് സോൾട്ട് വേർതിരിച്ചെടുക്കുന്നത്? അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ജേർണി ത്രൂ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആ ഒരു ചാപ്റ്റർ പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും മറക്കാണ്ട് ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഓൺഗോയിങ് ആണ്. സോ മറക്കാണ്ടിരിക്കാം. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ, ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് ജേർണി ത്രൂ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടറിൽ നമ്മൾ ഇവാപ്രേഷനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീ വാട്ടറിനെ ഇങ്ങനെ ചെറിയ ചെറിയ പിറ്റ്സിലേക്ക് മാറ്റും. ഓക്കെ, ചെറിയ ചെറിയ പിറ്റ്സ് ഉണ്ടാക്കി ഇതിനകത്തേക്ക് എന്ത് മാറ്റും? സീ വാട്ടറിനെ കൊണ്ടുവരും. എന്നിട്ട് ഈ സീ വാട്ടർ എന്ത് ചെയ്യും? ഇവാപ്രേഷൻ കാരണം വാട്ടർ എല്ലാം ഇവാപ്രേറ്റ് ചെയ്ത് പോയിട്ട് ഇവിടെ ബാക്കി എന്ത് മാത്രമാവും? സോൾട്ട് മാത്രം ലെഫ്റ്റ് ആവും. ഈ സോൾട്ടിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഈ സോൾട്ടിനെ പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന, കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന സോൾട്ട് ആക്കി മാറ്റുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സീ വാട്ടറിൽ നിന്ന് സോൾട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത് സെഡിമെന്റേഷൻ ആൻഡ് ഡെക്കാൻറ്റേഷൻ. എന്താണ് സെഡിമെന്റേഷൻ ആൻഡ് ഡെക്കാൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണുന്ന വീഡിയോ ആണല്ലേ ക്ലേ പ്രിപ്പറേഷൻ. ഹോം മെയ്ഡ് ക്ലേയുടെ വീഡിയോസ് കാണാത്ത ആരും ഉണ്ടാവില്ല. നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോസ്. അപ്പോൾ ആ വീഡിയോസിൽ അവരെന്താ ചെയ്യുന്നത്? അവർ കുറച്ച് ചെളിവെള്ളം എടുത്തതിന് ശേഷം ആദ്യം ഒരു ബക്കറ്റിലാക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്യും അല്ലേ? എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ഇതിനകത്തുള്ള ഈ ക്ലേയും മണ്ണും കല്ലും ഒക്കെ ഇതിന്റെ അടിയിൽ വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്, ഈ വെള്ളമല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടിയിൽ തങ്ങുന്ന, ആ ഒരു അടിയിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെഡിമെന്റേഷൻ. സെറ്റിൽ അറ്റ് ദി ബോട്ടം. അപ്പൊ അതിനകത്തുള്ള സാധനങ്ങൾ ബോട്ടത്തിൽ പോയി സെറ്റിൽ ആവുന്ന ആ പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? സെഡിമെന്റേഷൻ എന്ന് വിളിക്കാം. നിങ്ങൾ ആ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടാവും. ഈ സെഡിമെന്റേഷന് ശേഷം ഇവരെന്ത് ചെയ്യും? ഈ അടിയിലുള്ള ആൾ അറിയാതെ, അതായത് ഈ ചെളി അറിയാണ്ട് എന്ത് ചെയ്യും? ഇതിനെ പുറത്തുള്ള വെള്ളം നമ്മൾ പതിയെ ഒഴിച്ചു കളയും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡെക്കാൻറ്റേഷൻ. ഇനി നിങ്ങൾ ചെളി ഉണ്ടാക്കുന്ന ആ ഒരു ഈ പറഞ്ഞ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കിച്ചണിൽ പോയി നോക്കിയാലും ഈ പറയുന്ന കാര്യം കാണാനായിട്ട് പറ്റും. നമ്മൾ അമ്മമാരൊക്കെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ എന്താണില്ല, സ്ട്രെയിനർ കാണാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? അമ്മ കുറച്ചു നേരം ആ ചായ ഇങ്ങനെ അനക്കാതെ
വെക്കും. അപ്പൊ ആ ടീ ലീവ്സ് ഒക്കെ എന്ത് ചെയ്യും, അടിയിൽ പോയിട്ട് സെറ്റിൽ ആവും. എന്താവും, സെഡിമെന്റേഷൻ സംഭവിക്കും. ആ സെഡിമെന്റേഷൻ സംഭവിച്ച ആ സെറ്റിൽഡ് പാർട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് അമ്മ എന്ത് ചെയ്യും, പതിയെ ആ ചായനെ ഒഴിച്ചെടുക്കും. അതാണ് ഡെക്കാൻറ്റേഷൻ. ഓക്കെ, അതാണ് സെഡിമെന്റേഷനും ഡെക്കാൻറ്റേഷനും. അടുത്ത് വരുന്നതാണ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഡെക്കാൻറ്റേഷൻ ചെയ്താലും അതിൽ കുറച്ച് പൊടിയൊക്കെ ബാക്കി ഉണ്ടാവും. അതിനൊന്നും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ടീ സ്ട്രെയിനർ വേണം. ഒരു ടീ സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്രേഷൻ ചെയ്യാം. ടീ സ്ട്രെയിനർ യൂസ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും എപ്പോൾ ചെയ്യുന്നത്, ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്ത് ചെയ്യുന്നത്. ഫിൽറ്റർ, ഇപ്പം നമ്മൾ ചായ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഫിൽറ്റർ പേപ്പറിൻ്റെ ആവശ്യമില്ല. പക്ഷെ വളരെ മഡി ആയിട്ടുള്ള വാട്ടർ നമുക്കൊരു ക്ലീൻ വാട്ടർ ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം, ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്യാം. ഫിൽറ്റർ പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ പേപ്പറിൻ്റെ അകത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹോൾസ് ആയിരിക്കും കാണുക. ഈ പറഞ്ഞ സ്ട്രെയിനറിലുള്ളതിനേക്കാളും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹോൾസ് ആയിരിക്കും എന്തിലുണ്ടാവുക, ഫിൽറ്റർ പേപ്പറിലുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട്, നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ടീ സ്ട്രെയിനർ യൂസ് ചെയ്യാം, ഏത് യൂസ് ചെയ്യാം, ഫിൽറ്റർ പേപ്പറും യൂസ് ചെയ്യാം. ഈ രണ്ടിനെയും നമ്മൾ പറയുന്ന പേര് ഫിൽട്രേഷൻ എന്ന് തന്നെയാണ്. അടുത്ത് വരുന്നതാണ് ചേണിങ്. ചേണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിൽക്ക് പുളിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെ നമ്മൾ കടങ്ങിട്ട്, പാല് കടങ്ങി എന്ത് ചെയ്യും, വെണ്ണയൊക്കെ എടുക്കാറുണ്ട് അല്ലേ. ആ പാല് കടങ്ങി വെണ്ണ എടുക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചേണിങ്. അപ്പോൾ ചേണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് കടങ്ങി മിൽക്കിനെ ബട്ടർ മിൽക്കൊക്കെ ആയിട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ചേണിങ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. അതായത് ഇപ്പം നമുക്ക് കുറച്ച് മണലും ആ മണൽ കുറച്ച് അയൺ ഫൈലിങ്സും കിടക്കുകയാണ്, കുറച്ച് അയൺ പാർട്ടിക്കിൾസ് നമുക്ക് കുറച്ച് മണലിനകത്ത് കിടക്കുകയാണ്. ആ അയണിനെ നമുക്ക് വേർതിരിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു മാഗ്നറ്റ് എടുത്തുകൊണ്ട് വെച്ചാൽ മതി അല്ലേ. അപ്പോൾ ഒരു മാഗ്നറ്റ് എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ മാഗ്നറ്റിലേക്ക് ഈ അയൺ ഫൈലിങ്സ് എല്ലാം എന്ത് ചെയ്യും, അട്രാക്റ്റഡ് ആവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മാഗ്നറ്റിനെ അയൺ ഫൈലിങ്സ് യൂസ് ചെയ്തിട്ട് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് അയൺ ഫൈലിങ്സ് നമുക്ക് എന്ത് ചെയ്യാം, സാൻഡിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്, മാഗ്നറ്റിക് സെപ്പറേഷൻ. അപ്പോൾ ഇത്രയും സെപ്പറേഷൻ ടെക്നിക്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ആദ്യം വരുന്ന ടെക്നിക്ക് ഹാൻഡ് പിക്കിംഗ് ടെക്നിക്ക്. ഹാൻഡ് പിക്കിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നു. രണ്ടാമത് വരുന്നത് ത്രഷിങ്. ത്രഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്സിൽ നിന്ന് ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. മൂന്നാമത് വരുന്നത് വിനോയിങ് പ്രോസസ്സ്. വിനോയിങ് പ്രോസസ്സ് എന്താണ്, ഹസ്കും ഗ്രെയിൻസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അത് കഴിഞ്ഞ് സീവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സൈസിലുള്ള കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ദെൻ സോൾട്ട്, നമ്മൾ സീ വാട്ടറിൽ നിന്ന് എങ്ങനെയാണ് സോൾട്ട് ഉണ്ടാക്കുന്നത്. ദെൻ അതുപോലെ സെഡിമെന്റേഷൻ, ഡെക്കാൻറ്റേഷൻ, പിന്നെ ഫിൽട്രേഷൻ പറഞ്ഞു. ഫിൽട്രേഷൻ എന്തൊക്കെയാണ് യൂസ് ചെയ്തത്, നമുക്കൊന്നുകിൽ ടീ സ്ട്രെയിനർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ചേർണിങ് എന്താന്ന് പറഞ്ഞു, മാഗ്നറ്റിക് സെപ്പറേഷൻ എന്താന്ന് പറഞ്ഞു. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് ഇതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിയുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സസിൻ്റെ കാര്യം മറക്കണ്ട. അതുപോലെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസിനൊക്കെ ആയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്